പീപ്പിൾ ടി വി ബിഗ് ബ്രേക്കിംഗ്. അരുവിക്കരയിൽ വോട്ടിന് സാരി. ഉഴമലക്കൽ പഞ്ചായത്തിലെ പുളിമൂട്ടിലാണ് UDF പ്രവർത്തകർ വോട്ടർമാർക്ക് സാരി വിതരണം ചെയ്തത്. സാരി വിതരണത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടു. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാനായി UDF പണവും മറ്റു ഉപഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം ചെന്നെത്തിയത് ഉഴമലക്കൽ പഞ്ചായത്തിലെ പുളിമൂട് എന്ന കൊച്ചു ഗ്രാമത്തിൽ. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ മാത്രം കാണുന്ന ആശ്ചര്യജനകമായ കാഴ്ചയായിരുന്നു ഇവിടെ കണ്ടത്. പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ VV റഷീദയുടെ വീട്ടുമുറ്റത്ത് ചെറിയൊരാൾക്കൂട്ടം. പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 50ഓളം പേരടങ്ങുന്ന സംഘം. എല്ലാം പാവപ്പെട്ട ഗ്രാമീണർ. അന്വേഷിച്ചപ്പോൾ UDF 69ാം ബൂത്ത് കൺവെൻഷൻ എന്ന് മറുപടി. നേതാക്കളുടെ തൊട്ടടുത്തായി മേശപ്പുറത്ത് സെറ്റ് സാരികൾ നിരത്തി വെച്ചിരിക്കുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യേണ്ട DCC വൈസ് പ്രസിഡന്റ് സുദർശൻ യോഗസ്ഥലത്തെത്തി. ഉദ്ഘാടന പ്രസംഗം 10 മിനിറ്റ്. ചെറിയ ഉപഹാരം സ്വീകരിക്കണമെന്ന് വോട്ടർമാരോട് സുദർശനന്റെ അഭ്യർത്ഥന. തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നവരുടെ പേര് വിളിച്ച് സാരി വിതരണം. യോഗത്തിൽ പങ്കെടുത്ത 50 പേർക്കും സാരി കിട്ടി. വലിയ ഉപഹാരങ്ങൾ പുറകെ വരുമെന്ന വാഗ്ദാനവും വോട്ടർമാർക്ക് ലഭിച്ചു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ UDF എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ദൃശ്യത്തെളിവുകളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവങ്ങളാണ് അരുവിക്കരയിൽ നടക്കുന്നത്. ക്യാമറമാൻ അഖിലേഷിനൊപ്പം PV കുട്ടൻ. സാരി വിതരണത്തിനെതിരെ LDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സാരി വിതരണം നടത്തിയും പണമൊഴുക്കിയും ജയിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. സാരി വിതരണം ഗുരുതരമായ ചട്ടലംഘനമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ അഭിപ്രായപ്പെട്ടു. അരുവിക്കരയിലെ ഉഴമലക്കൽ പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി ശബരിനാഥിനു വേണ്ടി സാരി കൊടുത്ത് വോട്ട് തേടിയ നടപടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനമെന്നാണ് നിയമവിദഗ്ധരും രാഷ്ട്രീയ നേതാക്കളും ചൂണ്ടിക്കാട്ടിയത്. സാരി വിതരണത്തിലെ ഗുരുതര ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി LDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വോട്ടർമാർക്ക് സാരി കൊടുക്കുന്ന നടപടി സാധാരണ കേരളത്തിൽ കാണാത്തതാണ്. തമിഴ്നാട്ടിലില്ലാത്ത ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തണം എന്നതാണ്. പരാജയഭീതി മൂലമാണ് UDF നിയമവിരുദ്ധ നടപടികളിലേക്ക് നീങ്ങുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിക്ക് വല്ലാത്തൊരു വിഭ്രാന്തിയാണ്. UDFകാർ ഒരു വിഭ്രാന്തിയിൽപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ പരസ്യമായ ലംഘനമാണ്. ശക്തമായിട്ടുള്ള നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കണം. യഥാർത്ഥത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ തന്നെ അയോഗ്യത കൽപ്പിക്കേണ്ടതാണ്. ഗുരുതരമായ ചട്ടലംഘനത്തിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്ന് കേരള കോൺഗ്രസ് B ചെയർമാൻ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ഇത് സ്ഥാനാർത്ഥിത്വം പോലും റദ്ദാക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിന് തെളിവ് കൊടുത്താൽ അടിയന്തരമായി ഞാൻ ഇപ്പൊ തന്നെ ഇലക്ഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനോ അല്ലെങ്കിൽ ഇലക്ഷൻ ഏജന്റിനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ ഏജന്റോ അടിയന്തരമായി ജില്ലാ കളക്ടർക്ക് ഇതിന്റെ ക്ലിപ്പിംഗ് സഹിതം അത് ഇതിലാക്കിയിട്ട്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിന്റെ പ്രതികരണം ഇങ്ങനെ: ഇത് നിയമവിരുദ്ധമാണ്. ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. സംശയമുള്ളവർക്ക് എന്തുകൊണ്ടാണ് അലഹാബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് എന്നുള്ളതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. UDF നടപടിക്കെതിരെ PC ജോർജ് MLAയും രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിച്ചു. 21 പേരാണ് പത്രിക സമർപ്പിച്ചത്. ശബരിനാഥനും രാജഗോപാലിനും പത്രിക സമർപ്പിച്ചു. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് മാത്രം 13 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. UDF സ്ഥാനാർത്ഥി KS ശബരിനാഥ്, BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ എന്നിവർ വരണാധികാരി ജോൺസൺ പ്രേംകുമാർ മുമ്പാകെ പത്രിക സമർപ്പിച്ചു. KPC അധ്യക്ഷൻ VM സുധീരൻ, NK പ്രേമചന്ദ്രൻ MP, മന്ത്രി VS ശിവകുമാർ, MM ഹസൻ, കരകുളം കൃഷ്ണപിള്ള എന്നിവരോടൊപ്പം എത്തിയാണ് ശബരിനാഥ് പത്രിക സമർപ്പിച്ചത്. ശബരിനാഥിന് 50,10,439 രൂപയുടെ ആസ്തിയുണ്ട്. കൂടാതെ കുടപ്പനക്കുന്ന്, കീഴ്ത്തോന്നിക്കൽ എന്നിവിടങ്ങളിലായി 52 ലക്ഷം രൂപ വിലമതിക്കുന്ന 76 സെന്റ് സ്ഥലവും 30,000 രൂപ പണമായും 8 ഗ്രാം സ്വർണമായും കൈവശമുണ്ട്.
രാവിലെ 11 മണിയോടെയാണ് ഒ രാജഗോപാൽ പത്രിക സമർപ്പിക്കുന്നതിനായി എത്തിയത്. BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ, അഖിലേന്ത്യാ സെക്രട്ടറി PK കൃഷ്ണദാസ്, KP ശ്രീശൻ, VV രാജേഷ് എന്നിവരോടൊപ്പം എത്തിയാണ് രാജഗോപാൽ പത്രിക സമർപ്പിച്ചത്. രാജഗോപാലിന് 11,16,768 രൂപയുടെ നിക്ഷേപമുണ്ട്. എന്നാൽ പണമായി കൈവശം 300 രൂപ മാത്രമേ ഉള്ളൂ. 500 രൂപ വിലമതിക്കുന്ന ഒരു വാച്ചും 4 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരേക്കർ സ്ഥലവും സ്വന്തം പേരിലുണ്ട്. പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് LDF സ്ഥാനാർത്ഥിക്കെതിരെ 2 അപരന്മാർ രംഗത്തുണ്ട്. B വിജയകുമാറും വിജയകുമാരൻ നായരും. UDF സ്ഥാനാർത്ഥി KS ശബരിനാഥിന്റെ അപരനായി MS ശബരിനാഥും രംഗത്തുണ്ട്. LDF സ്ഥാനാർത്ഥിയുടെ ഡെമ്മി സ്ഥാനാർത്ഥിയായി VK മധുവും BJPയുടെ ഡെമ്മി സ്ഥാനാർത്ഥിയായി JR പത്മകുമാറും പത്രിക സമർപ്പിച്ചു. നാളെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. S ജീവൻകുമാർ, അരുവിക്കര. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വെടിവയ്പ്. എയർപോർട്ട് ജീവനക്കാരനും CASF ഭടന്മാരും തമ്മിൽ ഏറ്റുമുട്ടലിനിടെയാണ് വെടിവയ്പുണ്ടായത്. 2 ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ടതായും വിവരം ലഭിക്കുന്നു. വിശദാംശങ്ങളുമായി സിജു ചേരുന്നു. സിജു, എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? പ്രജീഷ്, 1 മണിക്കൂർ മുമ്പാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനിഷ്ട സംഭവങ്ങൾ നടന്നത്. CASF-ഉം എയർപോർട്ട് അതോറിറ്റി ജീവനക്കാരും ഏറ്റുമുട്ടി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. CASF എയർപോർട്ടിൽ സാധാരണ രീതിയിലുള്ള പരിശോധന നടത്തുന്നതിനിടയിൽ എയർപോർട്ട് അതോറിറ്റി ജീവനക്കാരനെത്തുകയും എയർപോർട്ട് അതോറിറ്റി ജീവനക്കാരനെ പരിശോധിക്കാൻ ശ്രമം നടക്കുമ്പോൾ ഇത് തടയുകയും ചെയ്തു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിനിടെ എയർപോർട്ട് അതോറിറ്റി ജീവനക്കാർ സംഘടിച്ചെത്തുകയും CASF-ഉമായി വാക്തർക്കം ഉണ്ടാകുകയും ചെയ്തു എന്ന് വിവരം ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനിടയിൽ CASF ജവാന്റെ തോക്കിൽ നിന്ന് വെടിയുതിർന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ഒരു CASF ജവാൻ മരിച്ചു എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. CASF എയർപോർട്ട് അതോറിറ്റി ജീവനക്കാർക്ക് നേരെ വെടിവെച്ചതാണോ അതോ എയർപോർട്ട് അതോറിറ്റി ജീവനക്കാർക്ക് നേരെ CASF വെടിവെക്കുന്നതിനിടയിലാണോ ഈ അപകടം സംഭവിച്ചെന്ന കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ എയർപോർട്ട് അതോറിറ്റി ജീവനക്കാരും CASF-ഉം തമ്മിൽ വാക്തർക്കങ്ങളും ഇത്തരത്തിലുള്ള ചെറിയ അനിഷ്ട സംഭവങ്ങളും സാധാരണഗതിയിൽ നടന്നു വരാറുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു CASF ജവാൻ മരിച്ചു എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജീഷ്, സിജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. ബാർകോഴ കേസിൽ മന്ത്രി K ബാബുവിനെതിരെ തെളിവില്ലെന്ന് വിജിലൻസ്. ദ്രുതപരിശോധനാ റിപ്പോർട്ട് അന്വേഷണ സംഘം വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. ബാർ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശാണ് മന്ത്രി K ബാബു 50 ലക്ഷം രൂപ കോഴ വാങ്ങിയതായി കോടതിയിൽ മൊഴി നൽകിയത്. ഇതേക്കുറിച്ച് അന്വേഷിച്ച വിജിലൻസ് എറണാകുളം യൂണിറ്റ് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP രമേശ്, അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള SP KM ആന്റണിക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. മന്ത്രി K ബാബുവിനെതിരെ തെളിവില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ബിജു രമേശ് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് 50 ലക്ഷം രൂപ K ബാബുവിന് കൈമാറിയത്. പണം നൽകുമ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹിയായ റഫീസ് ഒപ്പമുണ്ടായിരുന്നു. പണം കൈമാറുന്നത് കണ്ടതായി റഫീസും വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. KM മാണിക്കെതിരെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പണം നൽകുന്നതിന് ദൃക്സാക്ഷിയുണ്ടായിട്ടും K ബാബുവിനെതിരെ തെളിവില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി നേരത്തെ ആരോപണവും ഉണ്ടായിരുന്നു. അന്വേഷണം DYSP രമേശിന് കൈമാറിയത് കേസ് അട്ടിമറിക്കാനായിരുന്നു എന്നായിരുന്നു ആരോപണം. മൊഴി രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് റഫീസും ബിജു രമേശിന്റെ മാനേജറും വെളിപ്പെടുത്തിയിരുന്നു. അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. NV ബാലകൃഷ്ണൻ, തിരുവനന്തപുരം. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയത് വിൻസൻ M പോളാണെന്ന് ബിജു രമേശ് ആരോപിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയതെന്നും ബിജു പീപ്പിൾ TVയോട് പറഞ്ഞു. അതേസമയം ബാർക്കോഴ കേസിലെ വിജിലൻസ് റിപ്പോർട്ട് സംബന്ധിച്ച മാധ്യമങ്ങളിലൂടെയാണ് താൻ വിവരങ്ങൾ അറിഞ്ഞതെന്ന് മന്ത്രി K ബാബു പ്രതികരിച്ചു. ബാർക്കോഴ കേസിൽ സ്വതന്ത്ര അന്വേഷണം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് VS സുനിൽകുമാർ MLA സമർപ്പിച്ച ഹർജി അതേസമയം ഹൈക്കോടതി തള്ളി. ബാർക്കോഴ കേസിൽ മന്ത്രി K ബാബുവിനെതിരെ തെളിവില്ലെന്ന ദ്രുതപരിശോധനാ റിപ്പോർട്ട് അന്വേഷണ സംഘം വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയ സാഹചര്യത്തിലാണ് വിൽസൺ M പോളിനെതിരെ ബിജു രമേശ് രംഗത്തെത്തിയത്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയത് വിൽസൺ M പോളാണെന്ന് ബിജു രമേശ് പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയതെന്നും ബിജു രമേശ് പീപ്പിൾ TVയോട് പറഞ്ഞു. വളരെ സ്ട്രൈറ്റ് ആയിട്ടും ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ ജേക്കബ് തോമസ്. പക്ഷേ വിൽസൺ M പോൾ സാറ്
സ്ട്രൈറ്റ് ആണ്. കറപ്ഷൻ ഇല്ലെങ്കിൽ പോലും രാഷ്ട്രീയ സംബന്ധങ്ങൾക്ക് പണ്ടും എപ്പോഴും അതിന് കുറച്ചൊരു പരിധിവരെ വഴങ്ങുന്ന, മുകളിലിരിക്കുന്നവർ പറയുന്ന, ഗവൺമെൻറ് പറയുന്ന കേൾക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് വിൻസെൻ്റ് പോൾ. ഇവർ തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം ഈ ഒരു കാര്യത്തിൽ പണ്ട് മുതലേ ഉണ്ട്. ആ ഒരു വ്യത്യാസമാണ് ഗവൺമെൻറ് മുതലെടുക്കാൻ ശ്രമിച്ചത്. വിൻസെൻ്റ് പോൾ സാറിനെ ഈ കാര്യത്തിലേക്ക് ഉപയോഗിച്ച് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയും ഇൻ്റർഫിയർ ചെയ്ത് ഈ കേസ് അട്ടിമറിക്കപ്പെടുകയും ചെയ്തത്. ഇത് രാഷ്ട്രീയപരമായി കെ ബാബുവിൻ്റെ അട്ടിമറിച്ച് ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഈ കേസ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ബാർ കോഴയിലെ ചെറിയൊരു അംശം മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതേസമയത്ത് ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ ബാർക്കോഴ മാത്രമല്ല, ഈ എക്സൈസ് മന്ത്രി നടത്തിയിട്ടുള്ള മറ്റ് കോടിക്കണക്കിന് രൂപയുടെ മദ്യ കമ്പനികളുമായിട്ട് നടത്തിയിട്ടുള്ള അവിഹിതമായ ഇടപാടുകളെ കുറിച്ച് പോലും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ബിജു രമേശ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ബാർക്കോഴ കേസിലെ വിജിലൻസ് റിപ്പോർട്ട് സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെയാണ് താൻ വിവരങ്ങൾ അറിഞ്ഞതെന്ന് മന്ത്രി കെ ബാബു പ്രതികരിച്ചു. അതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും വരും ദിവസങ്ങളിൽ പ്രതികരിക്കാമെന്നും കെ ബാബു വ്യക്തമാക്കി. നാളെ ഞാൻ പത്രസമ്മേളനം നടത്തി പറയുന്നുണ്ട്. എനിക്കിപ്പോൾ പത്രവാർത്തകൾ, മീഡിയ വാർത്തകളിലൂടെ മനസ്സിലായിട്ടുള്ള കാര്യമുള്ളൂ. എന്നാലും എന്താണ് യഥാർത്ഥ സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കും നാളെ. സത്യം ഓരോന്നായി പുറത്തു വരട്ടെ എന്നായിരുന്നു കെ എം മാണിയുടെ പ്രതികരണം. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ. അതേസമയം ബാർക്കോഴ കേസിൽ സ്വതന്ത്ര അന്വേഷണം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് VS സുനിൽകുമാർ MLA സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ന്യൂസ് ഡെസ്ക്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർമ്മാണത്തിനുള്ള കരാർ അദാനി ഗ്രൂപ്പിന് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടന്നാണ് വിഴിഞ്ഞം പദ്ധതി കരാർ അദാനിക്ക് കൈമാറുന്നതിലെ ശുപാർശ ഇന്നത്തെ മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. കരാർ വ്യവസ്ഥകളിൽ മാറ്റമുണ്ടാകില്ല. വിഴിഞ്ഞം ഡയറക്ടർ ബോർഡിന്റെ തീരുമാനമാണ് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ചത്. ഇതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ടെൻഡർ അദാനി ഗ്രൂപ്പിന് നൽകുന്നതിനാണ് അന്തിമ അംഗീകാരമായത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്ക് ശേഷമാകും പ്രഖ്യാപനവും കരാർ ഒപ്പുവെക്കലുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അതിന്റെ മറുപടി കിട്ടിയതിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. ഇപ്പോൾ തന്നെ എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നതിന് തടസ്സമില്ലെങ്കിൽ ആ നടപടികളുമായിട്ട് പൂർണ്ണമായും ഗവൺമെന്റ് വിശ്വസിക്കുന്നു ഇത് കേരളത്തിന്റെ ലാസ്റ്റ് ചാൻസാണ്. ഇത് മിസ് ചെയ്താൽ വിഴിഞ്ഞം നമുക്ക് നഷ്ടപ്പെടും. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചാണ് മന്ത്രിസഭയുടെ തീരുമാനം. ഇത് കേരളത്തിന്റെ അവസാന സാധ്യതയാണെന്നും ഇപ്പോൾ നഷ്ടമായാൽ ഇനി ഒരിക്കലും വിഴിഞ്ഞം പദ്ധതി കേരളത്തിന് ലഭിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എന്ത് പഴി കേൾക്കാനും താൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ ടെൻഡർ അദാനിക്ക് നൽകുന്നത് അദാനിയുടെ അനുഭവ സമ്പത്ത് കണക്കിലെടുത്താണ്. ഭൂമി കച്ചവടം എന്നത് പദ്ധതിയെ തകർക്കാനുള്ള വെറും പ്രചരണം മാത്രമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അദാനി ഗ്രൂപ്പിന്റെ ടെൻഡർ രേഖകൾ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി കെ ബാബു വ്യക്തമാക്കി. കേരളപ്പിറവി ദിനത്തിൽ വിഴിഞ്ഞത്തിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിന്റെ നിയമോപദേശം തേടി അതുമായി ബന്ധപ്പെട്ട ബിഡ് അദാനി ഗ്രൂപ്പ് സമർപ്പിച്ച ബിഡ് വെബ്സൈറ്റിൽ ഈ പത്രസമ്മേളനം കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്കായി ചീഫ് സെക്രട്ടറി ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്തയക്കും. ഇതിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും വിഴിഞ്ഞത്തിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിഴിഞ്ഞം പദ്ധതിക്ക് LDF എതിരല്ലെന്നും ഏതറ്റം വരെ പോയിട്ടും പദ്ധതി നടപ്പിലാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VS ജനാർദ്ദനൻ പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി അദാനിക്ക് നൽകിയതിൽ കോടികളുടെ അഴിമതിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അദാനി ഗ്രൂപ്പിന് നൽകാൻ തീരുമാനിച്ചതിന് പിന്നിൽ കോടികളുടെ അഴിമതിയാണ് അരങ്ങേറിയിട്ടുള്ളത്. LDF വിഴിഞ്ഞം പദ്ധതിക്ക് എതിരല്ല, ഏതറ്റം വരെയും പോയി അത് നടപ്പിലാക്കണമെന്നാണ് LDF ആഗ്രഹിക്കുന്നത്. വെറും 2454 കോടി രൂപ മാത്രം മുതൽ മുടക്കി അദാനി ഈ പദ്ധതി തട്ടിയെടുക്കുമ്പോൾ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി കേരളത്തിനെ മുടിപ്പിക്കുന്ന പദ്ധതിയായി മാറിയിരിക്കുന്നു. കേരളത്തെ പിഴിഞ്ഞ് ഊറ്റിയെടുക്കുന്ന പിഴിഞ്ഞം പദ്ധതിയായി വിഴിഞ്ഞം പദ്ധതി അധപ്പതിച്ചിരിക്കുന്നു. ഡിഷ് TV ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പേ ചാനൽ ഓപ്പറേറ്റിംഗ് സംവിധാനം അനധികൃതമായി നടത്തുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ അബുദാബി കോടതിയുടെ ഉത്തരവ്. OSN TV നെറ്റ്വർക്ക് കമ്പനി നൽകിയ പരാതിയിൽ അബുദാബി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിലാണ് ഇന്ത്യൻ പേ TV ഓപ്പറേറ്റർമാർ UAE-യിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത്. റെയ്ഡിൽ ഡിഷ് TV
റിസീവറുകളും കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്തു. തെളിവിന്റെ അടിസ്ഥാനത്തിൽ അബുദാബി കോടതി കട അടച്ചുപൂട്ടാനും ഷോപ്പ് മാനേജരെ നാടുകടത്താനും വിധിച്ചതോടൊപ്പം 2 ലക്ഷം ദിർഹം പിഴയൊടുക്കാനും വിധിച്ചിട്ടുണ്ട്. 14 ദിവസത്തിനകം വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാനും അനുവാദമുണ്ട്. സംസ്ഥാനത്ത് NRI കോളേജും സർവകലാശാലയും സ്ഥാപിക്കാനുള്ള പദ്ധതി സർക്കാർ അവഗണിച്ചു എന്ന് NRA വ്യവസായിയും ഇറാം ഗ്രൂപ്പ് CMD-യുമായ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് പറഞ്ഞു. തിരുവനന്തപുരം കേസരി സ്മാരക ട്രസ്റ്റ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിൽഗേറ്റ്സുമായി ചേർന്ന് സ്വയം പര്യാപ്ത ടോയ്ലറ്റുകൾ വികസിപ്പിക്കും. കുടിവെള്ളം സംരക്ഷിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ സഹായത്തോടെ 193 രാജ്യങ്ങളിൽ സേവ് മദർ എർത്ത് എന്ന പരിപാടി നടപ്പാക്കുമെന്നും ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ഹുസൈൻ അറിയിച്ചു.